ചായക്കടയിൽ നിന്നും കടയിൽ നിന്നും വാങ്ങുന്ന പൊരിച്ച പത്തിരി വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലും തയ്യാറാക്കി നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തത് കടയിൽ നിന്ന് വാങ്ങുന്ന വറുത്ത അരിപ്പൊടി 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിപ്പൊടി എടുത്ത കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് അടച്ച് വെക്കുക. പത്തിരിപ്പൊടി വാട്ടുന്നത് പോലെയാണ് വാട്ടേണ്ടത്. അതിലേക്ക് അരിപ്പൊടി എടുത്ത കപ്പിൽ തന്നെ 1 കപ്പ് മൈദ ഇടുക. 1 ടീസ്പൂൺ കരിഞ്ജീരകം, 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടതിന് ശേഷം നന്നായിട്ട് യോജിപ്പിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതുപോലെ സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ. എന്നിട്ട് അത് 3-4 മിനിറ്റ് പോലെ അത് മൂടി വെക്കുക. ഇത് ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് പ്രസ്സിൽ വെച്ച് അമർത്തുക. ഞാൻ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അത് പൊരിച്ച പത്തിരിയുടെ ഷേപ്പിൽ കട്ടിയിൽ ആക്കിയെടുക്കുക. എന്നിട്ട് നല്ലോണം ചൂടായ എണ്ണയിലേക്ക് പത്തിരി ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലാക്കുക. പത്തിരി നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് തീ ലോ ഫ്ലെയിമിലായിട്ട് 10 മിനിറ്റോളം അത് വേവിക്കുക. എന്നാലേ ഉള്ളു വെന്ത് കിട്ടുള്ളൂ. പത്തിരി ബ്രൗൺ കളറാകുമ്പോൾ അത് നമുക്ക് കോരിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കടയിൽ കിട്ടുന്നത് പോലെ